നമുക്ക് ഛത്തീസ്ഗഡിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തോട്ടാണ് നക്സലിസവും മാവോയിസവും ഒക്കെ അവിടെ ഒഴുകുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ 2026 മാർച്ച് 31 ഈ നക്സലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നവരെ കൊന്നൊടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ 2024 ഏകദേശം 239 പേരെ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഏറ്റുമുട്ടലിൽ നമ്മൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പം 2025 ഈ നിമിഷം വരെ 31 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ആ 31 പേരെ കൊലപ്പെടുത്തിയതിനകത്ത് 20 മെന്നും 11 വിമനുമാണ്. സ്ത്രീകളും അവിടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒപ്പം ഈ നക്സലിസ്റ്റ് അവരെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കയ്യിലൊക്കെ ഇപ്പം AK-47 അതുപോലെ 303 ഉണ്ട്, ഇൻസാസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഉള്ള റൈഫിൾസും ഗ്രനേഡും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എവിടുന്നാണ് അവർക്ക് അതൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം അതുകൂടെ ഇൻ്റലിജൻസ് വളരെ ശക്തമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും പൊതുവേ നമ്മൾ ഇപ്പം ഈ നക്സലിസം അല്ലെങ്കിൽ മാവോയിസം ഇപ്പം അല്പം താന്ന് നിൽക്കുന്ന സന്ദർഭം തന്നെയാണ്, സംശയമില്ല. അതിശക്തമായ നടപടി അമിത്ഷാ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിശക്തമായ നടപടി ഛത്തീസ്ഗഡിലും അവിടുത്തെ പ്രത്യേക 3-4 ജില്ലകളിലും വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പല ജവാന്മാരും പല ഡ്രൈവർമാരും പോലീസ് ഡ്രൈവർമാരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സ്ഫോടനത്തിൽ പലരും വളരെയധികം ആൾക്കാരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിശക്തമായ നടപടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പം കുറച്ച് ആ തീവ്രത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രയുടെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ, ഇങ്ങനെ അവർക്ക് ആ റൂട്ടിൽ കൂടെ വന്നു ചേരാനുള്ള സൗകര്യമുണ്ട്. അപ്പം കേരളത്തിൽ നമ്മുടെ പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. അത് ഇല്ല എന്നൊക്കെയുള്ള വാർത്ത വന്നെങ്കിലും നമുക്ക് അങ്ങനെയല്ല. ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടായ പല സമയം 2023 അവിടെ 2 പേരെ പോലീസും ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മൾ 2 പേരെ പിടിച്ചെടുക്കുകയുണ്ടായി. അതിനകത്ത് ഇതിൽ ഒരാൾ തമിഴ്നാട്ടുകാരനായ ചന്ദ്രൻ, സ്വദേശി ചന്ദ്രൻ, 34 വയസ്സുള്ള കാരണം. അത് കർണാടക ചിക്കമംഗളൂർ സ്വദേശി ഉണ്ണിമായ. ഇവർ 2 പേരെ നമ്മൾ ജീവനോടെ പിടിച്ചു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവർ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ 2023 അവരുടെ സാന്നിധ്യം അറിയിച്ചതാണ്. അത് തന്നെയല്ല, നമ്മൾ കഴിഞ്ഞ കുറേ നാളത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2020 നമ്മൾ ബാണാസുര പന്തിപ്പൊയ്യിൽ വെടിവയ്പ്പുണ്ടായി, നമ്മളും ഇവരും. അന്നേരം വേൽമുരുകൻ എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2020 നവംബർ 5 ആ സംഭവം ഉണ്ടായത്. അതേസമയത്ത് 2023 തന്നെ 30/12/2020 കവിത എന്ന് പറഞ്ഞ ഒരു ലേഡി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2019 നമുക്കറിയാം 4 പേരെ ഒന്നിച്ച് നമ്മൾ വെടിവെച്ചു. ആ 4 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പാലക്കാട് മഞ്ചിക്കണ്ടയിലാണ് ആ വെടിവെപ്പുണ്ടായത്, 4 പേര്. അതുതന്നെ ലക്ഡിയിലെ ഒരു CP ജലീനെ കമ്മ്യൂണി ദളത്തിൽപ്പെട്ട ആളെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമ്മളുമായിട്ടുള്ള പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വയനാടും കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ കുറേ ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും ഇവരുടെ സാന്നിധ്യമുണ്ട്. ശക്തി കുറഞ്ഞു, ആൾ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പല ഏറ്റുമുട്ടലിലും അവരിൽ പല ആൾക്കാരും കൊല്ലപ്പെടുകയുണ്ടായി. നമ്മുടെ ഭാഗത്ത് വലിയ ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ഇവരുടെ സാന്നിധ്യമുണ്ട്. അത്ര തീവ്ര സ്വഭാവം കാണിക്കുന്നില്ല, കാരണം ഇവിടുത്തെ ജനങ്ങളാരും അതിനോട് അത്ര സഹകരിക്കത്തില്ല. എങ്കിലും ഡ്രോപ്പ് ഔട്ടുകൾ ധാരാളമുണ്ട്, അവരോട് ചെന്ന് ചേരുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോഴും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കേരള പോലീസും അതിൽ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം ആ ഭാഗത്ത്.